മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നീക്കത്തിനൊരുങ്ങുകയാണ് CPM. പാർട്ടിക്കെതിരെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതാവിരുദ്ധമായ വാർത്തകളാണ് പ്രചരിപ്പിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കാര്യങ്ങൾക്ക് വ്യക്തത വന്നിട്ടും പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന് വരുമെന്നുള്ളതുകൊണ്ട് വസ്തുതകളെ തന്നെ മാറ്റി പ്രചരിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. CPMന് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പാൻ നമ്പർ മാത്രമാണുള്ളത്. ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ എല്ലാ കമ്മിറ്റികളും ഈ പാൻ നമ്പറാണ് ഉപയോഗിക്കുന്നത്. 30 വർഷമായി ഉപയോഗിക്കുന്ന തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ ബാങ്കുകാർ ഈ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. ആ ശാഖ വഴി നിയമപരമായതും അനുവദനീയമായതുമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റിയുടെ ചെലവുകൾക്കായി മാർച്ച് 2 പണം പിൻവലിച്ചത്. 5-ാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ആദായനികുതി വകുപ്പ് അക്കൗണ്ട് മരവിപ്പിക്കുകയും പിൻവലിച്ച പണം ചെലവാക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. മാധ്യമങ്ങളിൽ പ്രചാരണമാക്കേണ്ട എന്ന് കരുതിയാണ് അന്ന് അതിനെതിരെ നിലപാട് സ്വീകരിക്കാതിരുന്നത്. തുടർന്ന് പാൻ നമ്പർ ചേർത്തതിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് ചെയർമാന് പാർട്ടിക്ക് കത്ത് നൽകി. അവരത് രേഖാമൂലം അംഗീകരിച്ച് പാർട്ടിക്ക് മറുപടിയും നൽകി. ഇതെല്ലാം കഴിഞ്ഞ് പിൻവലിച്ച പണവുമായി ഏപ്രിൽ 30 ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ എത്താൻ IT തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയ പണമാണ് പിടിച്ചെടുത്തത്. ഇതിനെയാണ് വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിക്കുന്നത്. IT വകുപ്പിൻ്റെ നടപടികൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി.